ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിനവേക്ക്. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്റ്റഡി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരത്തെ രാത്രിയിലത്തെ സ്റ്റഡി വ്ളോഗാണ്. ഇപ്പോൾ ഇന്ന് 2025 മെയ് 28 സമയം ഏകദേശം 6:14 കേട്ടോ നമ്മുടെ സ്റ്റഡി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. കാരണം ഇന്ന് പകലൊന്നും കറണ്ട് ഉണ്ടായിരുന്നില്ല. കുറേ ആൾക്കാർ സ്റ്റഡി വ്ളോഗ് എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് സ്റ്റഡി വ്ളോഗ് ഷൂട്ട് ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും നമ്മൾ സൈലത്തിൻ്റെ ആപ്പ് മിനിയാന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് 24 ഹവേഴ്സിന് ശേഷം നമുക്ക് ആക്റ്റീവായി കിട്ടിയത്. സപ്പോർട്ട് ടീമിലൊക്കെ വിളിച്ചപ്പോഴാണ് നമുക്ക് ആക്റ്റീവായി കിട്ടിയത്. അപ്പോൾ അഗ്നിയും കിങ്സ് 11 നമുക്ക് ബാച്ച് നമുക്കിവിടെ ആക്റ്റീവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റഡി വ്ളോഗ്സൊക്കെ കാണും. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ അഗ്നിയുടെ ബാക്ക്ലോഗ്സ് കുറച്ചുണ്ട്. കുറേ ആൾക്കാർ അസ്ത്ര ബാച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ ബാക്ക്ലോഗ്സ് ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ സിറ്റുവേഷനാണ് എനിക്കും. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തുടങ്ങിയത് മാത്സിൽ നിന്നാണ്. കാരണം എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നത് മാത്സിൻ്റെ ക്ലാസ്സൊക്കെ കാണുമ്പോഴാണ്. അതുകൊണ്ട് ഞാൻ മാത്സിൻ്റെ ക്ലാസ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും സെറ്റ്സ് എന്ന പാഠത്തിലെ പാർട്ട് 1 വീഡിയോ ആണ് ഇത്. ഈ ഒരു പാർട്ട് 1 വീഡിയോ ബോത്ത് യൂട്യൂബ് ആൻഡ് ബാച്ചിലും പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ യൂട്യൂബിൽ നിന്നാണ് ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ടൈം ലാപ്സ്ഡ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്റ്റഡീസൊക്കെ അങ്ങനെ പോകുന്നുണ്ടെന്ന് അറിയാം. നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്തോ, ഏതെങ്കിലും ബാച്ചിലുണ്ടോ, ഇനി യൂട്യൂബ് ക്ലാസ് ആണോ കാണുന്നുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് 6:14 തുടങ്ങി. എപ്പോൾ കഴിയുമെന്ന് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് അറിയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് മാത്സിൻ്റെ എന്തായാലും സെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൻ്റെ പാർട്ട് 1 വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ നോട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ 10th നോട്ട് ബുക്കാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇത് കെമിസ്ട്രിയുടെ നോട്ട് ബുക്കാണ്. കാരണം ഞാൻ അതിലൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല, നോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സമയം ഏകദേശം 7:23 അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ച് വൈകിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 2 ക്ലാസ് നമുക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ പാർട്ട് 1 കംപ്ലീറ്റ് ആക്കി, ഇനി പാർട്ട് 2 നമുക്ക് കാണാം. പക്ഷേ എൻ്റെ ഐപാഡിൻ്റെ ബാക്കിൽ ചെറുതായിട്ട് ചൂടാവുന്നുണ്ട് ഗൈസ്. കുറേ ആൾക്കാർ സെയിം ഐപാഡ് അവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അവരുടെ അഭിപ്രായം പറയാം. നിങ്ങളുടെ ഐപാഡ് ചൂടാകുന്നുണ്ടോ ജസ്റ്റ് എന്ന് പറയാം. ചെറുതായിട്ടൊരു ചൂട് ബാക്കിൽ, സെൽഫി ക്യാമിൻ്റെ ബാക്കിലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് ഹെവി ടാസ്ക്കൊക്കെ ചെയ്യുമ്പം. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല വലുതായിട്ട്. അപ്പോൾ അതിനുശേഷം മാത്സിൻ്റെ പാർട്ട് 2 ആണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത്. പാർട്ട് 1 മാത്രമാണ് നമുക്ക് യൂട്യൂബിൽ പോയിട്ടുള്ളത്. പാർട്ട് 2 നമ്മുടെ ബാച്ചിലാണ് എടുക്കുന്നുള്ളത്. മാത്സ് ക്ലാസ് ഫസ്റ്റ് കാണുന്നതിൻ്റെ ഉപകാരം ഇതാണ് ഗൈസ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഞാൻ ചെയ്തൊരു ആൻസറാണ്. അത് ഞാൻ ഇവിടെ ക്ലാസ്സിൽ സോൾവ് ചെയ്യുന്നതിന് കാട്ടുകൊണ്ട് ഞാൻ സോൾവ് ചെയ്തതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് പിന്നീട് സാർ അതിൽ ചെയ്യുമ്പം ഒരു മനസ്സമാധാനം ഗൈസ്. ഒരു മനസ്സമാധാനം മീൻസ് ഒരു ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആണത്. അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സ്വന്തമായിട്ടൊരു ആത്മവിശ്വാസമൊക്കെ കിട്ടും. മാത്സിൻ്റെ ക്ലാസ്സൊക്കെ ഇങ്ങനെ സ്വന്തമായിട്ട് നമ്മളൊക്കെ ഒരു ആൻസർ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് മാത്സിൻ്റെ ക്ലാസ് തന്നെ അഗ്നിയിൽ കാണാൻ വിചാരിച്ചത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് മാത്സും ആണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടെ പോസ് ചെയ്യാണ്. കാരണം സമയം ഏകദേശം 7:38 ആയിട്ടുണ്ട്. പോയി കുളിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ക്ലാസ് ഇപ്പോൾ ഇവിടെ പോസ് ചെയ്യാണ്. എന്തായാലും പോയി കുളിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ കുളിച്ചിട്ടൊക്കെ വന്നു. എന്തൊരു നാച്ചുറൽ ആക്ടിങ് ആണല്ലേ. അപ്പോൾ കുളിച്ചിട്ടൊക്കെ വന്നു ഗൈസ്. ഇനി എന്തായാലും നമുക്ക് ക്ലാസ് കാണാം. ഏകദേശം 8:03 ആകുമ്പോഴായിരുന്നു കുളിച്ചിട്ട് എത്തിയത്, പ്രാർത്ഥിച്ചിട്ടൊക്കെ എത്തി. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ബാച്ചിൻ്റെ ക്ലാസ് തന്നെയാണ് കാണാനുള്ളത്. അപ്പോൾ സൈലം ആപ്പ് തുറക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഇപ്പോൾ ഇവിടെ ബാക്കിയുള്ള നമ്മുടെ മാത്സിൻ്റെ ക്ലാസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് കാണുന്നുള്ളത്. അപ്പോൾ നമുക്ക് അത് കാണാം. അതിൻ്റെ ടൈം ലാപ്സ്ഡ് വീഡിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ വന്നാലോ എന്നിട്ടാണ് ഞാൻ ഇത്രയും ടൈം ലാപ്സ്ഡ് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മോട്ടിവേഷൻ ആയോ എന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് മാത്സിൻ്റെ പാർട്ട് 2 ക്ലാസ്സും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാർ അതിൽ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലാസ് ഇഷ്ടമുണ്ട്, ഞാൻ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തു. നല്ല ക്ലാസ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാറിൻ്റെ ക്ലാസ്. അപ്പോൾ മാത്സിൻ്റെ ഏകദേശം കംപ്ലീറ്റ് ആയി ഗൈസ്. ഇനി എന്തായാലും ഫിസിക്സിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ നമുക്ക് ഫിസിക്സ് എടുത്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ഒന്നും കാണുന്നില്ല കേട്ടോ. കാരണം ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സും ഇല്ല, ഇംഗ്ലീഷ് കാണുന്നില്ല, ബയോളജി കാണുന്നില്ല, കമ്പ്യൂട്ടർ സയൻസ് ആണെന്നില്ല. കാരണം ഏത് കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല. ബയോളജി കിട്ടുമോ കമ്പ്യൂട്ടർ സയൻസ് കിട്ടുമോ എന്ന് അറിയില്ല. അതുകൊണ്ട് വെറുതെ ഇപ്പോൾ കണ്ടിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഫിസിക്സ് എടുത്തു. ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് പാർട്ട് 1 ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു മാത്സിൻ്റെ നോട്ടിൽ ഞാൻ കുറച്ച് നോട്ട്സൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ക്ലാസ് വർക്കൊക്കെ ഇതിൽ ചെയ്തു ഞാൻ. അപ്പോൾ എന്തായാലും ഫിസിക്സിന് വേറൊരു നോട്ട് ബുക്ക് എടുത്തിട്ട് അതിൽ എഴുതാം ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു നോട്ട് ബുക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും 10th നോട്ട് ബുക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ അഗ്നി ബാച്ചിന് വേണ്ടിയിട്ട് വേറെ നോട്ട് ബുക്ക് ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടില്ല. ഇനി എന്തായാലും വാങ്ങണം, കാരണം നമുക്ക് +1 വാങ്ങാൻ പോകുമ്പം എന്തായാലും അതിനും കൂടി വാങ്ങും ഞാൻ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം ഫിസിക്സിൻ്റെ ക്ലാസ് പകുതി കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിലെ. അപ്പോൾ 9:01 ആകുമ്പം നമ്മളത് പോസ് ചെയ്തു, കാരണം പോയൊന്ന് ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വന്നു. അപ്പോൾ ലൈറ്റ് ഓൺ ചെയ്തു. ഓക്കെ, നമുക്ക് ക്ലാസ് കാണാം. 9:26 ആകുമ്പോൾ നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഇനി ക്ലാസ് ആണെന്നതിനെ കാട്ടുമ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. യൂട്യൂബിൽ കുറച്ച് നോക്കുമ്പോൾ സ്റ്റഡി വ്ളോഗ്സൊക്കെ കണ്ടു, ജസ്റ്റ് അതൊന്ന് കണ്ടു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താണ് യൂട്യൂബിൽ കാണുന്നതെന്നൊക്കെ പറയാം. കഴിഞ്ഞ വീഡിയോയിൽ കുറേ സുധിയാണ് എൻ്റെ ഫാൻസ്, അതായത് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇടുന്ന സുധി ഇല്ലേ യൂട്യൂബ് ചാനലൊക്കെ, അവരുടെ ഫാൻസിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കാണാറുണ്ട് വീഡിയോ, മൈൻക്രാഫ്റ്റൊക്കെ കളിക്കുമ്പോൾ ഞാൻ അത് കാണാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് ക്ലാസ്സിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ് ഇപ്പോൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഞാനിപ്പോൾ ബാച്ച് പർച്ചേസ് ചെയ്ത് ബാച്ചിലാണ് ഞാനിപ്പോൾ ക്ലാസ് കാണുന്നുള്ളത്. ഞാൻ ഇതിനു മുന്നേ യൂട്യൂബിലെ ക്ലാസ്സും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ടുള്ള ഞാൻ ഒരു കാര്യം പറയാം. ബാച്ചിലെ ക്ലാസ് യൂട്യൂബിലെ ക്ലാസ് അല്ല ഗൈസ്. യൂട്യൂബിൽ ജസ്റ്റ് അതിൻ്റെ ടോപ്പ് സർഫേസിലൂടെ മാത്രമേ പോകുന്നുള്ളൂ, ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ബാച്ചിലാണെങ്കിൽ എല്ലാ കോൺസെപ്റ്റും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂട്യൂബ് ക്ലാസ് കാണുന്ന എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ യൂട്യൂബ് ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നിങ്ങൾ അതിലെല്ലാ കോൺസെപ്റ്റും കവർ ചെയ്തോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അതിനുശേഷം കവർ ചെയ്യാത്തത് നിങ്ങൾ വേറെ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കവർ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഗൈസ്, ഞാൻ ലൈറ്റ് ആവുക കേട്ടോ റൂമിലത്തെ, കാരണം ഇവിടെ എൻ്റെ ചേച്ചി അമ്മയൊക്കെ റൂമിലാണ് കിടക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഒരു ശല്യം ഉണ്ടായി വിചാരിച്ചു. സമയം ഏകദേശം 10:23 അപ്പോൾ ഞാൻ എൻ്റെ ടേബിളിൽ ഒരു ലൈറ്റ് മാത്രം ഇട്ടിട്ടാണ് ഇപ്പം ക്ലാസ് കാണുന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് കുറച്ചും കൂടി ഒരു ആസ്തറ്റിക് പോലെ തോന്നി. അപ്പോൾ ആസ്തറ്റിക് ആക്കാമെന്ന് ഞാൻ നോക്കാറില്ല. ഞാൻ ഉള്ളത് അതേപോലെ എടുത്ത് അപ്ലോഡ് ചെയ്യാറാണ് ഞാൻ പതിവ്. ഞാൻ അധികം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോന് വേണ്ടി ഇങ്ങനെ അധികം ടേബിൾ അലങ്കരിച്ച് വെക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഉള്ളതുപോലെ വെച്ചിട്ട് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഇവിടെ ഫിസിക്സിൻ്റെ പാർട്ട് 1 ക്ലാസ്സും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ നമ്മുടെ നോട്ട് ബുക്കിൽ ചെയ്തിട്ടുണ്ട്. സമയം ഏകദേശം 11:05 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതും ബാക്ക് എടുക്കുകയാണ്. അപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ഇവിടെ നമ്മുടെ DPP കുറച്ച് ചെയ്യാണ്ട്, 2 DPP ഇപ്പോൾ ഇവിടെ ഫിസിക്സിൻ്റെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ചെയ്യണം. അതായത് ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലമാണ് എന്നാണ് തോന്നുന്നത് ഫുൾ ഫോം. അപ്പോൾ എന്തായാലും അതിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു 1-2 തെറ്റിയിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ചെയ്യാൻ പറ്റി. വളരെ സിമ്പിളായിട്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റി. ഞാൻ ആദ്യമായിട്ടാണ് DPP ചെയ്യുന്നുള്ളത്. കാരണം ഇതിനു മുന്നേ ഞാൻ അസ്ത്ര ബാച്ചിലുണ്ടായിരുന്നു. അതിൽ ഞാൻ DPP എനിക്ക് കാണാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അസ്ത്ര ബാച്ചിൽ DPP ഉണ്ടായെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് റേറ്റിംഗ് ഒക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ എന്തായാലും DPP 1ഉം 2ഉം ചെയ്തു, പാർട്ട് 1ഉം പാർട്ട് 2ഉം ചെയ്തു. 8 മാർക്കാണ് സ്കോർ, 2 തെറ്റിപ്പോയി. അപ്പോൾ അതിവിടെ റിവ്യൂ റിസൾട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ തെറ്റി, എന്താണ് അതിൻ്റെ ശരി ഉത്തരം എന്നൊക്കെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു DPP എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷൻ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. അത് അത്രയ്ക്കും എനിക്ക് ഇമ്പോർട്ടൻറ്റും അത്രയ്ക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സ്റ്റുഡൻറ്റിന് നമ്മൾ എന്ത് പഠിച്ചോ അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്യുക, അതിൽ തെറ്റിപ്പോയാൽ അതെങ്ങനെ തെറ്റി, നമുക്കതെങ്ങനെ മാറ്റിയെടുക്കുക എന്നൊക്കെ നമുക്കത് അറിയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിന് നമുക്കിവിടെ DPP എന്ന് പറഞ്ഞ സെക്ഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഫിസിക്സിൻ്റെ മാത്രമല്ല, നമ്മളിപ്പോൾ ഇവിടെ മാത്സിൻ്റെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും മാത്സിൻ്റെയും കൂടി ചെയ്തിട്ട് വരാം. അപ്പോൾ മാത്സിലാണെങ്കിൽ കുറച്ച് വായിച്ചിട്ടൊക്കെ ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. ഫിസിക്സിലാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു 30 സെക്കൻഡിനുള്ളിൽ തന്നെ കിട്ടും. പക്ഷേ മാത്സിലൊരു 1 മിനിറ്റിനൊക്കെ നമുക്ക് ടൈം പോകുന്നുണ്ട് സിംഗിൾ ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ എന്തായാലും DPP സെക്ഷൻ അടിപൊളിയാണ്. സൈലത്തിൻ്റെ DPP സെക്ഷൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഇൻഫിനിറ്റ് പ്രാക്ടീസ് അതെ ഇൻഫിനിറ്റ് പ്രാക്ടീസിനും വളരെ ഉപകാരമാണ്. അതെന്തായാലും ചെയ്തിട്ടില്ല, ചെയ്യുമ്പോൾ ഞാൻ വീഡിയോയിൽ പറയാം എപ്പോഴെങ്കിലും. പിന്നീട് AI ഗുരു എനിക്കിപ്പോൾ ഇവിടെ ഇതിൽ കിട്ടുന്നില്ല, എന്താണ് പ്രോബ്ലം എന്നറിയില്ല. ഇനി iOS ഇല്ലാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു സ്റ്റഡി വ്ളോഗ് ഇത്ര മാത്രമാണ്. കെമിസ്ട്രിയുടെ ക്ലാസ് ഞാൻ ഇന്ന് കാണുന്നില്ല. അടുത്തൊരു സ്റ്റഡി വ്ളോഗിൽ ഞാൻ എന്തായാലും അത് ഉൾപ്പെടുത്താം. എന്തായാലും 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു സ്റ്റഡി വ്ളോഗ് ഇവിടെ കഴിയാമെന്ന് തോന്നുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫിസിക്സിൻ്റെ നോട്ട് ഇതാണ് ഫിസിക്സിൻ്റെ നോട്ട്. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ കണ്ടതിന് താങ്ക് യു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ കഴിയാണ് അതിനേക്കാളും മുന്നേ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം നമുക്ക് നാളെ എന്തായാലും വീഡിയോ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ ചാലഞ്ചിൻ്റെ പോസ്റ്റ് എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ അതിൽ കുറച്ച് കമൻസൊക്കെ ഇങ്ങനെ താഴെയോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പം
അതിലെനിക്കൊരു കമൻറ്റ് ഇഷ്ടപ്പെട്ടു ഗൈസ്.